നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കോട്ടിംഗ് പോയ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല. പാചകത്തിന് സൗകര്യപ്രദമായതുകൊണ്ട് തന്നെയാണ് നോൺ സ്റ്റിക് പാത്രങ്ങൾ മിക്ക അടുക്കളകളിലും സ്ഥിര സാന്നിധ്യമായത്. ഒട്ടിപ്പിടിക്കില്ല, പാചകത്തിന് എണ്ണ ലാഭിക്കാം, വൃത്തിയാക്കാനും എളുപ്പം, ഇതൊക്കെ തന്നെയാണ് നോൺ സ്റ്റിക് പാത്രങ്ങളെ പ്രിയങ്കരമാക്കുന്നത്. എന്നാൽ ചില വീടുകളിൽ നോൺ സ്റ്റിക് പാത്രങ്ങൾ അതിന്റെ കോട്ടിംഗ് ഒക്കെ പോയാലും അവ വീണ്ടും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇത് വലിയ അപകടമാണ് വിളിച്ചു വരുത്തുന്നത്. ഗ്ലോബൽ സെന്റർ ഫോർ എൻവയോൺമെന്റൽ റെമഡിയേഷനിലെ ഗവേഷകർ നടത്തിയ ഒരു പഠനത്തിൽ നോൺ സ്റ്റിക് പാത്രങ്ങളിലെ ഒരു പോറൽ പോലും അപകടകരമായ 9000-ലധികം സൂക്ഷ്മ നാനോ കണങ്ങൾ പുറത്തുവിടുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള ഗവേഷണ സംഘം നോൺ സ്റ്റിക് കുക്ക്വെയറിൽ നിന്നും പുറത്തുവരുന്ന കണികകൾ എണ്ണിയെടുക്കുന്നതിനുള്ള ഒരു അൽഗോരിതം വികസിപ്പിക്കുകയും അതിനോടൊപ്പം മോളിക്യുലർ ഇമേജിംഗ് കൂടി ഉപയോഗിച്ചപ്പോൾ ഭക്ഷണം പാകം ചെയ്യാൻ എടുക്കുന്ന സമയത്തിനുള്ളിൽ നോൺ സ്റ്റിക് പാനിന്റെ വിള്ളലിൽ നിന്ന് 2.3 ദശലക്ഷം വരെ മൈക്രോ പ്ലാസ്റ്റിക്കും നാനോ പ്ലാസ്റ്റിക്കും പുറത്തുവരുമെന്നും കണ്ടെത്തി. നോൺ സ്റ്റിക് പാത്രങ്ങളിൽ കോട്ടിങ്ങിനായി ഉപയോഗിക്കുന്നത് ടെഫ്ലോൺ എന്ന പെർഫ്ലൂറോക്ടനോയിക് ആസിഡ്, പെർഫ്ലൂറോക്ടൻ എസൽഫോണിക് ആസിഡ് എന്നീ രാസവസ്തുക്കളാണ്. നോൺ സ്റ്റിക് പാത്രങ്ങൾ 170 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടാക്കുമ്പോൾ ഈ രാസവസ്തുക്കൾ വായുവിലേക്ക് വിഷപ്പുക തള്ളും. ഇത് പാകം ചെയ്യുന്ന ഭക്ഷണത്തിലേക്കും കലരാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ പുക ശ്വസിക്കുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, തൈറോയിഡ് തകരാറുകൾ, ചിലതരം അർബുദങ്ങൾ എന്നിവയ്ക്കും കാരണമാകുന്നുണ്ട്. അപകടങ്ങൾ ഏറെ ഉള്ളതിനാൽ നോൺ സ്റ്റിക് പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. പാൻ വെറുതെ ചൂടാക്കുന്നത് ഒഴിവാക്കണം. കാരണം ഒഴിഞ്ഞ പാൻ ചൂടാക്കുമ്പോൾ വിഷപ്പുക അമിതമായി പുറത്തു വരുന്നു. ഇടത്തരം തീയിലോ ചെറിയ തീയിലോ പാകം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതാണ്. നോൺ സ്റ്റിക് പാൻ കഴുകുമ്പോൾ സ്പോഞ്ചും സോപ്പും മാത്രം ഉപയോഗിച്ച് കഴുകുക. അമർത്തി ഉരച്ച് കഴുകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കൂടാതെ പാത്രത്തിൽ പോറലോ മറ്റോ വീണാൽ അത് ഉപയോഗിക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. മറ്റു കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ ഓരോ 5 വർഷം കൂടുമ്പോഴും നോൺ സ്റ്റിക് പാനുകൾ മാറ്റേണ്ടതാണ്. ദോശയും അപ്പവും ഒക്കെ ഉണ്ടാക്കുമ്പോൾ മാവ് വശങ്ങളിൽ പറ്റിപ്പിടിക്കുകയാണെങ്കിൽ അതും നോൺ സ്റ്റിക് മാറ്റാൻ സമയമായി എന്നുള്ളതിന്റെ സൂചനയാണ്.